ദൈവത്തിന്റെ വിലയേറെ നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് വിളിച്ച കർത്താവിന്റെ ദാസിയോടും ദാസന്മാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസി അന്നമ്മ ജോസ്, ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയമാണ്. ഗാസിയാബാദ് UP-യിൽ 3 വർഷം ഞാൻ അവരുടെ പാസ്റ്ററായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ 92 മുതൽ കർത്താവിന്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസി അന്നമ്മ ഈശോ പ്രയർ ഹൗസിൽ പലപ്പോഴും അതിൽ പോയി കർത്താവിന് വചനം പറയാൻ ക്ഷണിക്കാറുണ്ട്. ആ സഹോദരിയുള്ള നന്ദിയെയും അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ്, കർത്താവിന്റെ ദാസൻ സുനിൽ കുമാർ, എല്ലാവർക്കും ദൈവം ധാരാളമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമുക്ക് വേഗത്തിൽ ചില കാര്യങ്ങൾ നോക്കി ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാണ്. കിട്ടുന്ന സമയം നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ആഴമായി അതിൻ്റെ ആഴങ്ങളെ അറിയുവാനും അതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാനും നമുക്ക് ഈ ദിവസങ്ങളിലിടെയാണ്. കാരണം ദൈവവചനത്തെ തള്ളിക്കളയുന്ന ഒരു കാലയളവാണ്. ദൈവവചനത്തെ കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ദൈവവചനത്തിന്റെ ആഴങ്ങളെ, അതിൻ്റെ പൊരുൾ തിരിച്ചു തരുന്നില്ല എങ്കിൽ ആർക്ക് എങ്ങനെ കർത്താവിനെ ഗ്രഹിക്കുവാൻ കഴിയും, കർത്താവിന്റെ വഴിയിലൂടെ പോകുവാൻ കഴിയും? ആകയാൽ കർത്താവിന്റെ വചനത്തിന്റെ പൊരുൾ ഈ ദിവസങ്ങളിൽ നമുക്ക് തിരിഞ്ഞു കിട്ടേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവചനത്തിലൂടെ നടത്തേണ്ടതും ആവശ്യമാണ്. വേഗത്തിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യജമാനൻ ചെയ്യുന്ന ദാസന് അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന, വളരെ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റു 3 സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ വേഗത്തിൽ എഴുതി എന്തോ കാര്യങ്ങൾ വിശ്വാസികളെ അറിയിക്കുന്നതിന് വേണ്ടി, എന്തോ വലിയ ആപത്ത് വരുന്നു, ഈ ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി എഴുതിയിരിക്കുന്ന പോലെയാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം മറ്റു 3 സുവിശേഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം 3 സുവിശേഷത്തെ സിനോപ്റ്റിക് ഗോസ്പൽ എന്നറിയുന്നു. ഈ 3 മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 ഗോസ്പലിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ there is no account of Jesus' birth. യേശു ക്രിസ്തുവിന്റെ ബർത്തിനെ കുറിച്ചുള്ള ഒരു അക്കൗണ്ടും അതിനകത്തില്ല. ബാപ്റ്റിസത്തെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. ടെംപ്റ്റേഷൻ ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ പരീക്ഷയെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. പിന്നെ ലാസ്റ്റ് സപ്പറിനെ കുറിച്ച് there is no account in the book of John. Another thing is nothing about ഗത്സമനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ദുഷ്ടാത്മാവിനെ ഒഴിവാക്കിയിരിക്കുന്ന, ദുഷ്ടാത്മാവ് ബാധിച്ചിരിക്കുന്ന രോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തില്ല. നോ പാരബിൾ, ഇതിനകത്ത് ദൃഷ്ടാന്തം ഇതിനകത്തില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഇതിനകത്ത് യോഹന്നാന്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും കോറിലേറ്റഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മറ്റു 3 സുവിശേഷത്തിലും യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തു വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇവിടെ യോഹന്നാനും യേശു ക്രിസ്തുവും ഒരുപോലെ നിന്ന് ശുശ്രൂഷിക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ പാരബിളില്ല. പിന്നെ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ആദി എന്ന് പറയുന്ന ശബ്ദം കൊണ്ടാണ്. ഇൻ ദ ബിഗിനിങ് എന്ന ശബ്ദം ഉപയോഗിക്കുന്ന 3 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഇൻ ദ ഹെവൻ ആൻഡ് എർത്ത്, ജെനസിസ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ഗോസ്പൽ, ബുക്ക് ഓഫ് മാർക്ക്. പിന്നെ ഇൻ ദ ബിഗിനിങ് ദർ വാസ് എ വേർഡ്. അപ്പൊ ഇങ്ങനെ ഈ 3 പുസ്തകങ്ങൾ ഈ ബിഗിനിങ് എന്ന ശബ്ദത്തോടു കൂടി തുടങ്ങിയ ഇത് 3ഉം ആവശ്യം. ഇൻ ദ ബിഗിനിങ് ദർ വാസ് എ വേർഡ്, ദൈവവചനം, ആദിയിൽ ദൈവവചനം. ഈ ആദിയിൽ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇന്നോ ഇന്നലെ വന്നിരിക്കുന്നതല്ല. അത്
ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവന്റെ വചനം കൊണ്ട് സൃഷ്ടിക്കും. ആദിയിൽ വചനം, ആദിയിൽ വചനം, ആദിയിൽ സുവിശേഷം, ആദിയിൽ അവൻ ആകാശവും ഭൂമിയും നിർമ്മിച്ചു. ഇങ്ങനെ ഈ 3 പുസ്തകങ്ങളാണ് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. ബിഗിനിങ് എന്ന ശബ്ദത്തിൽ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ യോഹന്നാൻ പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറയുമ്പോൾ അത് ഉൽപ്പത്തി പുസ്തകത്തോട് എന്ത് ചെയ്താണ്? കോറിലേറ്റഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. ഓരോന്നും ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തമ്മിൽ വളരെ വ്യത്യാസം. 2-ാം അധ്യായത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു കനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു, അല്ലെ? അത് മാറായിൽ വെള്ളത്തെ മധുരമാക്കി തീർത്ത ഒരു അനുഭവത്തോട് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും. 2-ാമത്തെ അധ്യായം. 3-ാം അധ്യായം നിക്കോദെമോസിനോടുമായിട്ടുള്ള സംസാരം. 4-ാം അധ്യായം ആരാധനയെ കുറിച്ചുള്ള കാര്യം വ്യക്തമായിരിക്കുന്ന ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല ദൈവത്തെ സത്യത്തിലും ആത്മാവിലും. അപ്പോൾ ശമരിയ സ്ത്രീയോട് യേശു പറയുന്ന കാര്യം സത്യത്തിലും ആത്മാവിലും ആരാധനയ്ക്കുള്ള ഒരു വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. 4-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ പാരലൈസ്ഡ് ആയിരിക്കുന്ന വ്യക്തിയെ 38 വർഷമായി കുളക്കരയ്ക്ക് കിടന്ന് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്ന 5-ാം അധ്യായം. 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിക്കുന്ന കാര്യം. 7-ാം അധ്യായത്തിനകത്ത് യേശുക്രിസ്തു ഒടുവിലത്തെ നാളിൽ, ഉത്സവത്തിന്റെ മഹാദിവസം വരെ ഒടുവിലത്തെ നാളിൽ എഴുന്നേറ്റ് എന്ന് ദാഹിക്കുന്നവൻ തന്നെ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു സൂചന കൊടുക്കുന്ന കാര്യം. ഇങ്ങനെ 8-ാം അധ്യായത്തിനകത്ത് പാവനയായിരിക്കുന്ന സ്ത്രീ, 9-ാം അധ്യായത്തിൽ അന്ധൻ, 10-ാം അധ്യായത്തിനകത്ത് ഞാൻ നല്ല ഇടയനാവുന്നു, 11-ാം അധ്യായം ലാസറിനെ ഉയർപ്പിക്കുന്നു, 12-ാം അധ്യായത്തിനകത്ത് സ്ത്രീ മറിയ യേശുക്രിസ്തുവിന്റെ കാല് കഴുകുന്നു, 13-ാം അധ്യായത്തിന്റെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു വലിയ അധ്യായം. ഈ 13-ാം അധ്യായം യേശുക്രിസ്തു 12 ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. എന്നാൽ ഒടുവിലത്തെ അത്താഴത്തെക്കുറിച്ച് നമ്മൾ അതിനകത്ത് കാണുന്നില്ലെങ്കിലും ഇവിടെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. ഈ ഒരു അനുഭവം നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടങ്ങുന്നത് 13-ാം അധ്യായത്തിലാണ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ മാതൃക എന്ന് പറയുന്നത് യോഹന്നാന്റെ റോമാലേഖനം 13-ാം അധ്യായവും ഈ 13-ാം അധ്യായം തമ്മിൽ വളരെ വലിയ കാര്യങ്ങളുണ്ട്. 13-ാം അധ്യായം സഹോദരനെ സ്നേഹിപ്പാനും സഹോദരന് കാലുകളെ കഴുകുന്ന ഒരു കാര്യം. 13-ാം അധ്യായത്തിനകത്ത് യേശുക്രിസ്തു ഞാൻ കർത്താവും ഗുരുവുമായിരിക്കെ നിങ്ങളുടെ പാദങ്ങളെ കഴുകിയിരിക്കുന്നെങ്കിൽ നിങ്ങളും പരസ്പരം ഇത് ചെയ്യുവനെന്ന് ഒരു വലിയ മാതൃക, വലിയൊരു ടീച്ചിങ് ആണ് യേശുക്രിസ്തു 13-ാം അധ്യായത്തിൽ. ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം ഓരോ അധ്യായത്തിനകത്തും ഓരോരോ സംഭവങ്ങളാണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ഞാൻ വേഗത്തിൽ ഈ കാര്യം ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് നിങ്ങളെ ഞാൻ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇനി ദാസന്മാർ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല, പിന്നെ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു പുതിയ പേര് കൊടുക്കുക ചെയ്യുന്നത്. എന്താ പേര് കൊടുത്തിരിക്കുന്നത്? അവിടെ ദാസന്മാർ എന്ന് പറയാതെ പിന്നെ സ്നേഹിതന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു പുതിയ പേര് കൊടുക്കുക, സ്നേഹിതന്മാർ. അപ്പോൾ ഇവിടെ കർത്താവ് ഒരു പ്രത്യേക കാര്യം പറയുന്നത്, ഈ ദാസന്മാര് എന്ന് പറയുന്നത് സെർവൻസ്, നോ ലോങ്ങർ ഐ കോൾ യു സെർവൻസ്, നോ ലോങ്ങർ ഐ കോൾ യു സെർവൻസ്. പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദ സെർവൻ ഡസ് നോട്ട് നോ വാട്ട് ഈസ് ഹിസ് മാസ്റ്റർ ഡൂയിങ്. അവന്റെ യജമാനൻ ചെയ്യുന്നത് എന്താണെന്ന് ദാസൻ അറിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ what I have received from Father, what I heard from Father, I revealed, I made known to you. ഞാൻ പിതാവിൽ നിന്ന് പ്രാപിച്ചത്, ഞാൻ പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്നേഹിതന്മാർ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. ഇനി സ്നേഹിതന്മാർ എന്ന പേരിലാണ് ശിഷ്യന്മാരെ വിളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കേട്ടത്, the all things that I have heard from Father, I made known to you. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്നതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കത്തില്ല. കാരണം ദാസൻ അറിയുന്നില്ല യജമാനൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ അർത്ഥം യജമാനനും പിന്നെ
ഈ സ്നേഹിതന്മാർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന പലരുണ്ട്, വർഷങ്ങളായിട്ട് പണിക്ക് നിൽക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നവരുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് എന്താണ്, നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഈ വീട്ടിൽ വർഷങ്ങളായിട്ട് വേല ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ പണിയെടുക്കുന്നു, നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്നു, അവരവരുടെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. എന്നാൽ നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് പറയും എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ, വീട്ടിൽ പണിക്ക് വരുന്ന ആരും, ഒരു വ്യക്തിയും, ഒരു സെർവന്റ് ഡസ് നോട്ട് നോ വാട്ട് ഹിസ് മാസ്റ്റർ ഇസ് ഡൂയിങ്. അപ്പൊ അവന്റെ യജമാനൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം, എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയുന്നില്ല. അതുകൊണ്ട് പിന്നെ ഒരു സ്നേഹിതൻ, ആ വീട്ടിലെ സ്നേഹിതനായിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ആ വീട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ്സും ആ വീട്ടുകാരൻ ചെയ്യുന്ന സകല കാര്യങ്ങളും ആ സ്നേഹിതൻ അറിയാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക്, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹിതനായി തീരുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നാം ദാസനായിട്ട് ഒന്നും അറിയാത്തവനായി തീരാനായിട്ടല്ല. കാരണം യേശുക്രിസ്തു പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്നതൊക്കെയും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ പിതാവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന, ഞാൻ കേട്ടിരിക്കുന്നതൊക്കെയും ഒന്നും മറച്ചു വെക്കാതെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. 11-ാം അധ്യായം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിനകത്ത് കർത്തൃമേശയുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വാട്ട് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ഗോഡ്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തിന് ഇനി ആരെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൗലോസ് പറയാണ്, അത് അവന്റെ മേൽ തന്നെ ഇരിക്കും. ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ദൈവജനത്തിന് ആവശ്യമുള്ളതെല്ലാം പുത്രനും അതുപോലെ അപ്പോസ്തലന്മാരും അതുപോലെ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥകർത്താക്കന്മാരെല്ലാം ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ആ ക്രിസ്തുയേശുവിന്റെ ഫ്രണ്ട്ഷിപ്പിലേക്ക് നമുക്ക് വരിക എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിന്റെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കേവലം നമ്മളൊരു കൂട്ടുകാരായി പോവുകയല്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുക നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുക. മറ്റ് പല കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാനിത് കർത്താവിൽ നിന്ന്, എന്റെ അഭിപ്രായം പല കാര്യങ്ങൾ. എന്നാൽ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുക, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം, ഹല്ലേലൂയ, അപ്പം ഈ ശരീരവും രക്തവും തമ്മിൽ എന്ത് ചെയ്യും, കുറ്റക്കാരായി തീരും. അപ്പോൾ അതിന് അയോഗ്യത ഉണ്ടാകാൻ പാടില്ല, യോഗ്യന്മാരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ സഭ നടത്തുന്നതിന് യോഗ്യത വേണ്ടേ? യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ നടത്തുന്നതിന് ദൈവദാസന്മാർക്ക് യോഗ്യത വേണ്ടേ? അയോഗ്യമായി നമുക്ക് ദൈവസഭ നടത്താൻ പറ്റുമോ? കർത്താവിന്റെ മേശ അയോഗ്യമായി ഭക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ അയോഗ്യമായി കർത്താവിന്റെ മേശ നടത്തുവാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നാം വളരെ ഗഹനമായിട്ട്, നമ്മൾ വളരെ ആഴമായിട്ട് ഈ കാര്യങ്ങൾ, ദൈവസഭയായിരിക്കണം. അത് ക്രിസ്തുയേശുവിന്റെ ശരീരമാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 12 വർഷമായി രക്തസ്രവം ബാധിച്ചിരുന്ന സ്ത്രീ, 12 വർഷമായി രക്തസ്രവത്താൽ പിടിക്കപ്പെട്ടിരുന്ന സ്ത്രീ ആ 12 വർഷം രോഗിയായി തീർന്നു. എന്നാൽ അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. അവൾ പിന്നാലെ വന്ന് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ 12 വർഷമായിരിക്കുന്ന അവളുടെ രോഗം മാറി. യേശുക്രിസ്തുവിന്റെ ശരീരത്തിലല്ല തൊട്ടത്, യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിലാ തൊട്ടത്. യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ 12 വർഷമായിരിക്കുന്ന രോഗം സൗഖ്യമായെങ്കിൽ, സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ തൊട്ടാൽ എത്ര സൗഖ്യം വരും? ഇന്ന് ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. ഈ സഭ അത് അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നടത്തപ്പെട്ടാൽ, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ തൊടുന്നവൻ എത്രയോ പേർ സൗഖ്യമാകേണ്ടതാണ്, എത്രയോ പേർ വിടുതൽ പ്രാപിക്കേണ്ടതാണ്. ഈ ദൈവത്തിന്റെ ശക്തി അതിന്മേൽ വ്യാപരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. എന്നാൽ നമ്മുടെ സഭകളെല്ലാം പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കൂട്ടമായി മാറി എന്തോ കാര്യങ്ങൾ ചെയ്ത്
വേഗത്തിൽ ഹല്ലേലൂയ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് കടന്നു പോകുന്ന ഒരു കൂട്ടമായി മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാറ്റം വരണം. പ്രാർത്ഥന കൊണ്ട് ഇതിന് മാറ്റം വരണം. നമ്മുടെ സഭകൾക്ക് മാറ്റം വരണം. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം. നമ്മുടെ സഭകളിൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മുടെ സഭയിൽ കടന്ന് അഭിഷേകം പ്രാപിക്കണം. നമ്മളിൽ കടന്നു വരുന്നവർ എത്ര വലിയ രോഗികളാണ്, എത്ര വർഷങ്ങൾ രോഗികളായിരുന്നാലും ആ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസഭകൾ യേശുക്രിസ്തുവിന്റെ സാക്ഷാൽ ശരീരമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങളിലേക്ക് പോകാൻ, അതുകൊണ്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്. അവൻ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ഹല്ലേലൂയ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മാറി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വലിയ അപരാധം എന്ന് പറയുന്നത്. നമ്മുടെ തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്കൊരു വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വിട്ടു, നമ്മുടെ ദേശത്തെ നമ്മൾ വിട്ടു, നമ്മുടെ സമുദായത്തെ നമ്മൾ വിട്ടു, നമ്മളൊരു വലിയ കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു. നമുക്കൊരു നല്ല സ്നേഹിതനുണ്ടായിരുന്നു. നമുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതനുമായിട്ട് നമുക്കൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ലോകത്തിലെ സ്നേഹിതരെ നമ്മൾ തള്ളി, നമ്മൾ സമുദായത്തെ നമ്മൾ തള്ളി, നമ്മൾ സകലത്തെയും തള്ളി, ലോകത്തെ നമ്മൾ തള്ളി. ഈ നല്ല സ്നേഹിതനെ കണ്ടപ്പോൾ അവനുമായിട്ട് നമ്മൾ ഒരു വലിയ സ്നേഹബന്ധം സ്ഥാപിച്ചിരുന്നു. ഇത് തന്നെയല്ലേ എബ്രാഹാം ചെയ്തത്. എബ്രാഹാം വളർന്നു വന്ന ദേശത്ത് അവൻ ആരാധിച്ചു വന്നിരുന്ന കാര്യങ്ങൾ, അവന്റെ കൂട്ടുകാർ, ഇതെല്ലാം അവന് വിലപ്പെട്ടതായിരുന്നു. എന്നാൽ ഒരു ദിവസം കർത്താവായിരിക്കുന്നത്, യഹോവയായിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവനൊരു വലിയ കാര്യം മനസ്സിലായി. താൻ ഇപ്പോൾ സ്നേഹിതന്മാരെന്ന് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹിതൻ. അവൻ വിശ്വസിച്ചു അവന്റെ വാക്കുകളിൽ. അപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ എബ്രഹാം വിശ്വസിച്ചപ്പോൾ ഉടനെ ദൈവം എന്ത് ചെയ്തു? അതവന് നീതിയായി കണക്കിട്ടു. അവനവന്റെ പിന്നാലെ പുറപ്പെട്ടു. അവൻ ഒരു പേര് സമ്പാദിച്ചു, ദൈവത്തിന്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. ഹി ബിക്കേം ഫ്രണ്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്ന ഒരു വ്യക്തിയാണ് എബ്രഹാം. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന എബ്രഹാമിന്റെ സന്തതികളാണെങ്കിൽ നാം പലപ്പോഴും എബ്രാഹാമിന്റെ സമ്പത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എബ്രാഹാം വലിയ ധനവാനായിരുന്നു. എബ്രാഹാം തിന്നുകൂടിച്ച് ആനന്ദിച്ച് ജീവിച്ചവനായിരുന്നു. എബ്രാഹാമിന് ഒട്ടകമുണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, കഴുതി ഉണ്ടായിരുന്നു. എബ്രാഹാമിന്റെ ധനത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ എബ്രാഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെങ്കിൽ എന്തായിരിക്കും എന്റെ അർത്ഥം? ദൈവത്തിന്റെ മർമ്മങ്ങൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ എല്ലാം എബ്രാഹാം ദൈവത്തിന്റെ അടുക്കലിരുന്ന് കേട്ടവനാണ്. ഇവിടെ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ഇനി ദാസന്മാരെ നിങ്ങളോട് പറയുന്നില്ല, യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. കാരണം ഞാൻ കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള കാരണം ദൈവം അവനെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ കേട്ടതുകൊണ്ടാണ്. അപ്പോൾ ദൈവവും എബ്രഹാമും തമ്മിൽ ഒരു വലിയ റിലേഷൻ വന്നു. സ്വർഗത്തിലെ മർമ്മങ്ങൾ എബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം ഭൂമിയിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുമോ എന്ന് 18-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം ചെയ്യുവാൻ പോകുന്നത്, പ്രിയമുള്ളവരെ, പണ്ട് കാലത്തിലെ ദൈവദാസന്മാർക്ക് വെളിപ്പാടുണ്ടായിരുന്നു, ദൈവജനത്തിന് വെളിപ്പാടുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ദേശത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരുന്നുള്ള കാര്യം. അന്ന് അവർ ദൈവത്തോടു കൂടെ നടന്നു. അവർ ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത്. നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു വലിയ റിലേഷൻഷിപ്പ് കർത്താവ് ദൈവമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു, വലിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തോട് അവർ സംഭാഷിക്കുമായിരുന്നു. ദേശത്ത് വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അവരോട് സംസാരിക്കുമായിരുന്നു. സഭയിൽ നടക്കുവാൻ പോകുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുകയാണ്, നിനക്ക് പീഡനങ്ങളും ഉപദ്രവങ്ങളും ഹല്ലേലൂയ പട്ടണങ്ങൾ തോറും ഉണ്ടെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് ദിനം തോറും എന്ത് ചെയ്യുന്നു? പൗലോസിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ സാക്ഷ്യം പ്രാപിച്ച ഒരു തലമുറയാണ് നമ്മൾ, അവരുടെ തലമുറയാണ്. ആ സാക്ഷ്യം പ്രാപിച്ചവരുടെ തലമുറകളാണ് നമ്മൾ. ആ സാക്ഷ്യം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഇറങ്ങിയിരുന്ന് ആരാധിച്ചവരാണ്. അപ്പോൾ എബ്രഹാമിനെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുമോ? ഞാൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ
ആമേൻ. ദൈവം എബ്രഹാമിന്റെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക്, എബ്രഹാം ദൈവത്തിന്റെ കൂട്ടുകാരനായിരുന്നു. ദൈവത്തിന്റെ മർമ്മങ്ങളെ തനിക്ക് പ്രാപിച്ചെടുത്തതുപോലെ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മളോട് പറയും, നാം കേവലം പ്രാർത്ഥിച്ചു പോവുകയല്ല, നാം കേവലം പാട്ടുപാടി പോവുകയല്ല, നാം കേവലം കൈയടിച്ചു പോവുകയല്ല, നാം കേവലം ഒരു അന്യഭാഷ പറഞ്ഞിട്ട് നമ്മുടെ ആരാധന നിർത്തി പോവുകയല്ല. മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കളഞ്ഞുപോയ ഫ്രണ്ട്ഷിപ്പിലേക്ക് നമുക്ക്, ഈ എബ്രഹാമിന്റെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ആഴമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ തന്റെ ദാസനായിരിക്കുന്ന തന്റെ സ്നേഹിതനായിരിക്കുന്ന എബ്രഹാമിന്റെ തലമുറയ്ക്ക് എവിടുന്ന്? കനാൻ ദേശത്തിലേക്ക് 400 വർഷത്തിന് ശേഷം മടങ്ങി വന്ന് തന്റെ സ്നേഹിതനായിരിക്കുന്ന സ്നേഹിതന്റെ മക്കൾക്ക് വേണ്ടി 400 വർഷത്തിന് ശേഷം പിന്നെയും ദൈവം കനാൻ ദേശം കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്ന 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഞങ്ങളുടെ ദൈവമോ, നീ ഇസ്രായേലിന് മുമ്പിൽ ഈ ദേശത്തിലെ നിവാസികൾ അത് നിന്റെ ദാസനായിരിക്കും, തന്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിന്റെ തലമുറയ്ക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവുമായി ദൈവമായിട്ടുള്ള ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് വാ. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള നല്ലൊരു ആ സഖിത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ദൈവം ചെയ്യും. അവൻ ദേശത്തിലെ 7 ഉഗ്ര ജാതികളെ നീക്കിക്കളഞ്ഞ്, എബ്രഹാം തന്റെ സ്നേഹിതനായിരുന്നു, ആ സ്നേഹിതന് വേണ്ടി തന്റെ സ്നേഹിതനായിരിക്കുന്ന ദൈവം തന്റെ തലമുറയ്ക്ക് വേണ്ടി ഒന്നുമില്ലാതെ വന്നപ്പോൾ തന്റെ സ്നേഹിതന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചെങ്കിൽ, ഞാനും നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോയാൽ എത്രയധികമായി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതുവാനിടയായി തരും. ഹല്ലേലൂയ. യശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും ഈ അബ്രഹാമിന്റെ സഖിത്വത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനായിരിക്കുന്ന എബ്രഹാമിന്റെ തലമുറയെ, ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കുന്ന ഈ അബ്രഹാമിന്റെ വംശം, യാക്കോബിനെ കുറിച്ച് അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവമായിട്ടുള്ള എബ്രഹാമിന്റെ ആ സഖിത്വം എന്ന് പറയുന്നത് വളരെ ആഴമായിരിക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് എബ്രഹാം, നീയോ എന്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായിരിക്കുന്ന എബ്രഹാമിന്റെ സന്തതിയെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്നേഹം ആ റിലേഷൻഷിപ്പിലേക്ക്, നമ്മുടെ റിലേഷൻഷിപ്പ് എന്താ? നമ്മൾ ആരുമായിട്ടാ സഖിത്വം? നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ വസിക്കുന്ന ദേശം, നമ്മൾ പാർക്കുന്ന ദേശം, ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്ന പെട്ടെന്നുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ അനേക യൗവനക്കാർ മീൻ ചത്ത് കിടക്കുന്നത് പോലെ, ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. മീൻ ചത്ത് കിടക്കുന്നത് പോലെ പുഴയറമ്പിൽ യൗവനക്കാരികളും യൗവനക്കാരും വന്നടിഞ്ഞു. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങളെല്ലാം നടക്കുമ്പോൾ ഞാനും നിങ്ങളും സ്വർഗത്തിലെ ദൈവമായിട്ടൊരു നല്ല സമ്പർക്കം നമുക്കുണ്ടായിരിക്കണം. യേശുക്രിസ്തുവുമായി നമുക്കൊരു നല്ല സഖിത്വം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തു നമുക്ക് ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ, ഏറ്റവും നല്ല നമുക്ക് ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടുകാരൻ. ഇയ്യോബ് പറയുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ഇയ്യോബ് പറയുകയാണ്, ഞാൻ അന്ന് ഈ ദൈവത്തിന്റെ സഖിത്വം എന്റെ കൂടാരത്തിന്മേൽ ഉണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ഹിസ് ഫ്രണ്ട്ഷിപ്പ് വാസ് ഓവർ മൈ ടെന്റ്. ഹല്ലേലൂയ. അന്ന് ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്റെ കൂടാരത്തിന്മേൽ, എന്റെ കൂടാരത്തില്, ആസ് ഐ വാസ് ഇൻ ദ റൈപ്നെസ് ഓഫ് മൈ ഡേയ്സ് വെൻ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഗോഡ് വാസ് ഓവർ മൈ ടെന്റ്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് വളരെ അവിടെ പ്രത്യേക ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഇന്ന് തലമുറകളെല്ലാം തലതിരിഞ്ഞു പോകുന്നു. ഏത് ദേശത്ത് പോയി പാർത്താലും, ഏത് സ്ഥലത്ത് പോയി പാർത്താലും നമ്മുടെ തലമുറകൾ തിരിഞ്ഞു പോയാൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? അയ്യോ പറയാണ്, അന്ന് എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ദൈവമായിട്ടായിരുന്നു. അന്ന് എന്റെ തലമുറ, അന്ന് എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഹല്ലേലൂയ, നമ്മുടെ ധനം വർദ്ധിച്ചതല്ലോ, നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചതല്ലോ, നമ്മൾ വിദേശത്ത് താമസിക്കുന്നതിലോ, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത് കൊണ്ടോ അല്ല. ആമേൻ. നമ്മുടെ തലമുറകൾ നമുക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഹല്ലേലൂയ. മേക്ക് എ ഫ്രണ്ട്ഷിപ്പ്, ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. യേശുക്രിസ്തു അയ്യോ പറഞ്ഞ, അന്ന് എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്റെ സഹിത്വം ലോകത്തോടല്ലായിരുന്നു, എന്റെ സഹിത്വം എന്റെ മറ്റുള്ള കൂട്ടുകാരോടല്ലായിരുന്നു, എന്റെ സഹിത്വം എന്റെ കർത്താവായിരിക്കുന്നു, എന്റെ ദൈവത്തോടായിരുന്നു.
അന്ന് എൻ്റെ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സമ്പത്തുണ്ട്, പൈസയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സമാധാനം പോയി. നമ്മുടെ തലമുറകളെല്ലാം പിന്തിരിഞ്ഞു പോയി. ആരും ആരാധനയ്ക്ക് വരാതായി. ഞാനിപ്പോൾ ഈ രാവിലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, 28% ക്രിസ്ത്യാനികൾ വിദേശ രാജ്യങ്ങളിൽ, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, സാമ്പത്തികമുണ്ട്, സമ്പത്തുണ്ട്, 28% ക്രിസ്ത്യാനികൾ വിട്ടുപോയെന്ന് ഒരു ഇസ്ലാമിന്റെ ഒരു നേതാവ് പറയും. 28% ക്രിസ്ത്യാനികൾ വിശ്വാസം വിട്ടു കടന്നുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളില്ലാത്ത സഭകൾ, സൺഡേ സ്കൂൾ ഇല്ലാത്ത സഭകൾ. ഞാൻ കാത്തലിക് സഭയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാ. അന്ന് ഞാൻ ഓർക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോയിക്കണ്ടത്. ഇന്ന് സൺഡേ സ്കൂളില്ലാത്ത പെന്തക്കോസ്ത് സഭകൾ. ഹല്ലേലൂയ. തലമുറകളെല്ലാം പോയി. ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ സഖിത്വം. പണ്ട് നമുക്ക് സഖിത്വം ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു, രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുമായിരുന്നു. തന്റെ ദാസനായിരിക്കുന്ന അബ്രാഹാമിനോട് വെളിപ്പെടുത്താതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ നമ്മളോട് പറയുമായിരുന്നു, ഞാൻ ഇന്ന ദേശത്ത് ചെയ്യുവാൻ പോകുന്നു, ഇന്നത് ഞാൻ ചെയ്യുവാൻ പോകുന്നു, ഇന്നത് വരുവാൻ പോകുന്നു എന്നുള്ള കാര്യം. അതെല്ലാം പോയി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. യോബ് പറയുന്നത് പോലെ, അന്ന് എൻ്റെ കുടുംബത്തിൽ സമാധാനം, അന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ എനിക്ക് ചുറ്റും, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ നിൽക്കണമെങ്കിൽ, ഞാൻ മാതാപിതാക്കളോട് ഒരു കാര്യം പറയുന്നു, ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെട്ട് ഇന്ന് യേശുക്രിസ്തുമായിട്ടുള്ള ഹല്ലേലൂയ, ആ സ്നേഹബന്ധത്തിലേക്ക്, ആ ഫ്രണ്ട്ഷിപ്പിലെ, മേക്ക് എ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വശത്ത് നിൽക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മളെ നോക്കത്തില്ല. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ നിൽക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കണമെങ്കിൽ, നീ ആദ്യം ദൈവം പറയുന്നത് കേൾക്കണം, അവന്റെ വെളിപ്പാടുകളെ പ്രാപിക്കണം. ആ ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്കുള്ള സകലം നമ്മുടെ കയ്യിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഹല്ലേലൂയ, ലോക സ്നേഹം, യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ലോക സ്നേഹം ഹല്ലേലൂയ ദൈവത്തോടുള്ള ശത്രുത്വമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ശരീരത്തെ മൊബൈൽ നോക്കുക, ഹല്ലേലൂയ, ലോകത്തിന്റെ ഹല്ലേലൂയ ആർഭാടത്തിൽ ജീവിക്കുക. ആമേൻ. ഇതെല്ലാം നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം യാക്കോബിന്റെ ലേഖനം 4-ന്റെ 4 ലോക സ്നേഹം. ആമേൻ. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ലോകത്തെ സ്നേഹിക്കരുത്, ഈ ലോകത്തിലുള്ളത് ഒന്നിനെയും സ്നേഹിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. സർവശക്തൻ ഹല്ലേലൂയ നമ്മെ സഹായിക്കുന്നവൻ. ഈ പ്രതികൂലങ്ങൾ നമ്മൾ കാണുന്നല്ലോ, 4 വശത്തും പ്രതികൂലമാണ്. 4 വശത്തും, ആമേൻ, 4 വശത്തും പ്രതികൂലമാണ്. ഹല്ലേലൂയ. ഈ കൊടുങ്കാറ്റും തിരമാലകളും, ഹല്ലേലൂയ. ഇപ്പോൾ ഏത് സ്ഥലത്ത് നമ്മൾ നോക്കിയാലും കൊടുങ്കാറ്റും തിരമാലകളും എല്ലാ രീതിയിലും, അല്ലെ? ഞാൻ കഴിഞ്ഞ ദിവസം 95-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 95-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിൽ. ആമേൻ. ഭൂമിയുടെ അധോഭാഗങ്ങൾ, ഹല്ലേലൂയ, പർവ്വതത്തിന്റെ ശിഖരങ്ങൾ അവന്റെ കയ്യിൽ. വലിയ വലിയ മരങ്ങളുടെ, ഹല്ലേലൂയ, അതിന്റെ ശിഖരങ്ങൾ അവന്റെ കയ്യിൽ. അവനുള്ളത് സമുദ്രം, അവനുള്ളത് ഭൂമി, അവനുള്ളത് സ്വർഗം, അവനുള്ളത്. ഇതെല്ലാം അവന്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഫ്രണ്ട്ഷിപ്പ്, ഹല്ലേലൂയ, അധോഭാഗങ്ങൾ, ഭൂമിയുടെ അധോഭാഗങ്ങൾ ഏതവന്റെ കയ്യിലാണോ അവനുമായിട്ട്, ഹല്ലേലൂയ, പർവ്വതത്തിന്റെ ശിഖരങ്ങൾ, പർവ്വതത്തിന്റെ കൊടുമുടികൾ ആരുടെ കയ്യിലാണോ അവനുമായിട്ട് ഹല്ലേലൂയ ബന്ധം. ഹല്ലേലൂയ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിൽ. മഴ പെയ്യിപ്പിക്കണം, മഴ ഉണ്ടാക്കണം, കാറ്റടിപ്പിക്കണം, ഇതെല്ലാം നിയന്ത്രിക്കുന്നവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത്, ആപത്തനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, നമ്മൾ താമസിക്കുന്നിടത്ത് ഇന്ന് നിലവിളി, വേദന. ഹല്ലേലൂയ. നാം എത്ര മൊബൈൽ വിളിച്ചാൽ എന്ത് പ്രയോജനം? ആ മൊബൈലിൽ ഫോൺ വിളിച്ചിട്ട് എന്ത് പ്രയോജനം? നാഴിക്ക് 40 വട്ടം നാം ഫോൺ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ സമയം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുക. ഹല്ലേലൂയ. ഭൂമിയുടെ അധോഭാഗങ്ങൾ, ഹല്ലേലൂയ. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, വെള്ളത്തെ അളക്കിയും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-12 എഴുതിയിരിക്കുന്നത്, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുന്നവൻ, ചാണുകൊണ്ട്, ഹല്ലേലൂയ, ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ. ആമേൻ. ഇങ്ങനെ നമ്മുടെ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് അനവധി കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിന്, ഹല്ലേലൂയ, ഇന്ന്, ഹല്ലേലൂയ,
രാവിലെ ഹാലലുയ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. ഹാലലുയ ആ ദൈവമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അവൻ ആകാശത്തെ നിയന്ത്രിക്കും, ഭൂമിയെ നിയന്ത്രിക്കും. ഹാലലു നാം പാർക്കുന്ന ദേശത്ത് നമ്മൾ സമാധാനത്തോടെ പാർക്കും. യോ പറയുന്നത് പോലെ അന്ന് ദൈവത്തിന് തന്റെ ഉള്ളം കൈ കൊണ്ട് അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരമാണം എടുക്കുകയും പൊടിനാഴിയിൽ കൊള്ളിക്കാൻ പർവ്വതങ്ങൾ വെള്ളിക്കോലുകൊണ്ട് തൂക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ നമ്മൾ പച്ചക്കറി തൂക്കാറുണ്ടല്ലേ? ഹാലലുയ നമ്മൾ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഹാലലുയ ഉള്ളിയും ഹാലലുയ ആലും എല്ലാം തൂക്കാറുണ്ട്. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം പർവ്വതങ്ങളെ തൂക്കുന്നവൻ. ആമേൻ. ഹാലലുയ ഉള്ളം കൈ കൊണ്ട് ഹാലലുയ അതിനെ അളക്കുന്നവൻ. ഹാലലുയ ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവമായിട്ട് ഇന്ന് പൽക്കാലം ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് നമുക്ക് വരാം. ഹാലലുയ ആമേൻ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹാലലുയ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തിയാണ്. പരിശുദ്ധനായിരിക്കുന്ന ദൈവമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എബ്രാഹാമിന്റെ തലമുറയാണെങ്കിൽ, എബ്രാഹാമിന്റെ സന്തതിയാണെങ്കിൽ, എബ്രാഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരണമെങ്കിൽ എബ്രാഹാം ആദ്യം വിശ്വസിച്ചവൻ കർത്താവിന്റെ സ്നേഹിതന് ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നതുപോലെ ആദ്യം ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്നേഹിതരാകും. ആമേൻ. അവൻ അവന്റെ സ്നേഹിതനാകുമ്പോൾ അവൻ വലിയ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ആ മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹാലലുയ വെളിപ്പെടട്ടെ. ഹാലലുയ ഭൂമിയുടെ ഭൗതിക നന്മകളല്ല, ഒരു കാറ്റടിച്ചാൽ തീരുന്ന നന്മകളേ ഉള്ളൂ. ഒരു വെള്ളം പൊങ്ങിയാൽ തീരുന്ന വീടും കൊട്ടാരങ്ങളേ ഉള്ളൂ. ഹാലലുയ ഒരു ഭൂമി കുലുങ്ങിയാൽ തകർന്നു പോകുന്ന സമ്പാദ്യമേ നമുക്കുള്ളൂ. ആകയാൽ ഹാലലുയ സർവശക്തനുമായിട്ടൊരു ബന്ധമുണ്ടാകട്ടെ. ഇന്ന് പോലെ കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സമയം തന്ന എല്ലാവരോടും ഹാലലുയ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ വചന സന്ദേശം നമുക്ക് ലഭിച്ചുവല്ലോ. വിശേഷാൽ നമ്മളോട് വചനം സംസാരിച്ചതായ വി ജോസഫ് പാസ്റ്ററോടുള്ളതായ കടപ്പാടും ഈ ക്ഷണത്തിൽ അറിയിക്കുകയാണ്. കർത്താവിനെ നല്ലൊരു സ്നേഹിതനായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുപോകാം. ഈ സമയം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യേ മാത്യു വർഗീസ് പാസ്റ്റർ അവറുകൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ കർത്താവെ വേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ കർത്താവെ സംബന്ധിച്ചിരിക്കുന്നതായ എല്ലാ ദൈവ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വചനം ദൈവമേ ഈ പ്രഭാതത്തിൽ കേട്ട് കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് ബലപ്പെടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ യേശു ഞങ്ങളുടെ നല്ല സ്നേഹിതൻ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ പാപത്തിന്റെ അകാലത്ത് നിന്ന് കർത്താവെ ഹല്ലേലൂയ ഒന്നുമല്ലാതിരുന്ന സ്ഥാനത്ത് നിന്നെല്ലാം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച കർത്താവെ അങ്ങയുടെ സ്നേഹിതനാക്കി ഞങ്ങളെ തീർത്ത ആ മഹാസ്നേഹത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ കർത്തദാസനിലൂടെ വെളിപ്പെടുത്തിയതായ തിരുവചനങ്ങളെ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവദാസൻ അതിനുവേണ്ടി കർത്താവെ ബലപ്പെടുത്തിയല്ലോ, ശക്തിപ്പെടുത്തിയല്ലോ. കർത്താവെ ഹല്ലേലൂയ കേൾപ്പിച്ച വചനങ്ങൾക്കെല്ലാമായി കർത്താവിനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവ് വിഭാഗത്തിൽ കർത്താവ് ഞങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ കർത്താവെ. അവിടുന്ന് കർത്താവെ തന്നതായ ബലത്തിനായി, ശക്തിക്കായി, കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഈ ബലത്തോടെ പോകാമെന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പ്രകാരം കേൾപ്പിച്ച വചനങ്ങളെ കർത്താവ് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഈ പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാ സ്വർഗ്ഗങ്ങളും നിറച്ചല്ലോ. കർത്താവ് ഞങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ശരീരപരമായിട്ടെല്ലാം കർത്താവ് ഞങ്ങൾക്ക് നൽകപ്പെട്ടതായ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവിടെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ ദൈവമേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥന നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജോർജ് അങ്കിൾ ഇപ്പോൾ ആശീർവാദത്തോടു കൂടി ഇന്നത്തെ ഈ പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും ഇന്ന് ഇതിൽ പങ്കുള്ളതായിട്ടുള്ള സകല ആളുകളോടും
പ്രത്യേകിച്ച് നമ്മോട് വചനം സംസാരിച്ച പ്രിയ പാസ്റ്ററോടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. പറയണമേ.